السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂമിലെ സബക്കിലെ ബഹുമാനികളെ വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. കഴിഞ്ഞ ദിവസം ഫത്ഹുൽ മുഈൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത് പക്ഷികളുടെ കാഷ്ടം അതുകൊണ്ട് ബുദ്ധിമുട്ടായി അത് നീക്കം ചെയ്യാൻ കഴിയാതൊക്കെ വന്നാൽ അതുകൊണ്ട് അഫൂണ്ട് എന്നാണ്. ഇന്ന് പറയുന്ന വിഷയം, അതായത് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ കല്ലുകൊണ്ട് മനഹോരം ചെയ്ത ഒരാൾ ചുമന്നു. ഒരു കുട്ടിയാണെന്ന് വെക്കാം, അതിനെ വൃത്തിയാക്കി കൊടുത്തത് എങ്ങനെയാണ്? കല്ലുകൊണ്ടാണ്. അതിനെ ചുമന്നു. അതല്ലെങ്കിൽ ഒരു ജീവിയെ ചുമന്നു, അതായത് കോഴിയോ അതല്ലെങ്കിൽ വേറെന്തൊരു സാധനം ആവട്ടെ, അതിനെ ചുമന്നു. അതിന്റെ മംഫദ് അറിഞ്ഞു. മംഫദ് എന്ന് പറഞ്ഞാൽ അത് മൂത്രിക്കും കാഴ്ചക്കും ചെയ്യുന്ന ദ്വാരം അവിടെയാണ്, അതല്ല അതിന്റെ ശരീരത്തിൽ എന്ന് വെച്ചാലും കുഴപ്പമില്ല. മംഫദ് എന്നൊരു ഉദാഹരണത്തിനേ ഉള്ളൂ. അവിടെ നജസ് ഉണ്ട്, അങ്ങനെ വന്നു. അല്ലെങ്കിൽ അറുക്കപ്പെട്ട ഒരു സാധനത്തിനെ ചുമന്നു. അറുക്കപ്പെട്ടു, പക്ഷേങ്കിൽ എന്തായിട്ടുണ്ട്? അതിനെ മദ്ബഹിനെ, ആ അറുക്കപ്പെട്ട സ്ഥലത്ത് എന്താക്കിയിട്ടുണ്ട്? കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളു വൃത്തിയാക്കിയിട്ടില്ല. ഉള്ളിൽ കാഷ്ടവും രക്തമൊക്കെ ഉണ്ടാവുമല്ലോ, അത് വൃത്തിയാക്കിയിട്ടില്ല. അങ്ങനെ വന്നു. അല്ലെങ്കിൽ ഒരു ശുദ്ധിയുള്ള ശവത്തെ ചുമന്നു. ശുദ്ധിയുള്ള ശവം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അല്ലെങ്കിൽ സമുക്ക് പോലത്തൊക്കെ ചുമന്നു വന്നു. അങ്ങനെ വന്നു, പക്ഷെ അതിന്റെ ഉള്ളു കഴുകിയിട്ടുമില്ല. അങ്ങനെ വന്നു. അല്ലെങ്കിൽ ഒരു മുട്ട, അത് എന്തായിട്ടുണ്ട്? കേട് തീർന്നിട്ടുണ്ട്, അത് ഉറച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മുട്ട, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? രക്തമുണ്ട്. ഇങ്ങനെയൊക്കെ വന്നാൽ അവതിനെ ചുമന്നുകൊണ്ടൊക്കെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവുകയില്ല എന്നാണ് മസല. പക്ഷെ ഇവിടെ ഈ ത്വാഹിറായ ഹയവാനെ ചുമന്നു എന്ന് പറഞ്ഞെടുത്ത് ആദമിയ് എന്നൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അത് ലേശം പ്രശ്നങ്ങളാണ്. കാരണം ആദമി എന്നുള്ള ഇതില് മനുഷ്യന് എന്നാണല്ലോ. അപ്പൊ മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ അത് ശുദ്ധിയുള്ളതാണ്, അതേതല്ല, അത് നജസല്ല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞത് കഴിയൂല. അതാരും കീറി പൊളിച്ചിട്ട് ഉള്ളിലുള്ള കളയില്ല. അപ്പോ അതാണ് എങ്കിലും നിസ്കാരം സഹീഹാവും എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇത് ഫത്ഹുൽ മുഈന്റെ ഇബാറത്തില് കൂട്ടത്തിൽ വന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ സമക്കും ആദമിയും കൂട്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് മസ്അലയിൽ ചെറിയ ഒരു ശ്രദ്ധ, ചെറിയ ഒരു ഫഹ്മ് വെക്കേണ്ടതുണ്ട്. അങ്ങനത്തെ സ്ഥലമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് യാനത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതാണ് വലാ തസ്ഹു സ്വലാത്തു മൻ, ഒരാളുടെ നിസ്കാരം സഹീഹാവുകയില്ല. ഹമല, ആ ആള് ചുമന്നു, മുസ്തജ്മിറൻ, കല്ലുകൊണ്ട് മനഹോരം ചെയ്ത ഒരാള്. അല്ലെങ്കിൽ ഔ ഹയവാനൻ, ഒരു ജീവിയെയാണ് ചുമന്നത്. ബിമംഫദിഹി, ഏത് സ്ഥിതിയിൽ ആ ജീവിയുടെ ദ്വാരത്തിലുണ്ട്. അതൊരു ഉദാഹരണം. ശരീരത്തിലുണ്ട് എന്ന് വെച്ചാലും കുഴപ്പമില്ല, നജസുണ്ട്. ഔ മുദക്കൻ, അല്ല അറുക്കപ്പെട്ട ഒരു സാധനത്തിനെ ചുമന്നു. ഉസില മദ്ബഹു, അതിന്റെ അറുക്കപ്പെട്ട സ്ഥലത്തെ കഴുകിയിട്ടുണ്ട്. ദൂന ജോഫി, ഉള്ളു വൃത്തിയാക്കിയിട്ടുമില്ല. അല്ലെങ്കിൽ ഔ മൈത്തൻ ത്വാഹിറൻ, ശുദ്ധിയുള്ള ഒരു ശവത്തിനെ ചുമന്നു. ആദമിയൻ, ശുദ്ധിയുള്ളതെന്ന മനുഷ്യനെ പോലെ. ഓ സമക്കൻ, മത്സ്യം പോലെ. ലം യൗസൽ ബാത്തുനുഹു, ആ ത്വാഹിറായ മൈത്തത്തിന്റെ ഉള്ളിനെ കഴുകിയിട്ടുമില്ല. അല്ലെങ്കിൽ ഔ ബീളത്തൻ മുതിറത്തൻ, അതായത് ഉറച്ച കട്ടിയായിട്ടുള്ള ഒരു മുട. ഫീ ബാത്തുനിഹ, അതിന്റെ ഉള്ളിൽ കുറച്ച് രക്തമുണ്ട് താനും. ഇങ്ങനെ വരുമ്പോൾ അവരുടെ നിസ്കാരം സഹീഹാവുകയില്ല എന്നാണ് മസല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇബാറത്തിന്റെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി വലാ സ്വലാത്തു ഖാബിദി ത്വർഫിൻ മുത്തസിരിൻ ബിനജസിൻ, നജസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ത്വർഫിനെ പിടിച്ച ആളുടെ നിസ്കാരം സഹീഹാവുകയില്ല. ഇപ്പൊ നമ്മള് തുണി, അല്ല നമ്മളെ തട്ടം ഉണ്ട്, തട്ടം തോളിട്ട് കൊടുക്കും. അതിന്റെ ഒരറ്റം കിടക്കുന്നത് വളക്കുഴിയില, അല്ലെങ്കിൽ രക്തത്തിലാണ്, അല്ലെങ്കിൽ വേറെ വല്ല കൈ ഛർദ്ദിച്ചലും എവിടെയാണ്. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ നിസ്കരിക്കും പോവും വരികയൊക്കെ ചെയ്യുമ്പോൾ അത് അനങ്ങടില്ല, എന്നാലും നിസ്കാരം സഹിയാവുകയില്ല. അല്ലെങ്കിൽ നമ്മളൊരു പടിമ നിസ്കരിക്കാണ്, പടിയുടെ കാല് വളക്കുഴിയില, അല്ലെങ്കിൽ നജസിലാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടും കൊണ്ട് പോകുമ്പോൾ അത് അനങ്ങണമൊന്നുമില്ല. എന്നാലും നജസിനോട് ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഒന്ന് മുസല്ലിയുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് സഹീഹ് എന്ന് പറയുകയില്ല. അപ്പൊ വലാ സ്വലാത്തു ഖാബിദിൻ,
പിടിച്ച ഒരാളുടെ നിസ്കാരം സഹിയാവുകയില്ല. തൊറഫി മുത്തസിരായി ചേർന്ന് കിടക്കുന്ന ഒരറ്റം, പിന്നെ നജസിനോട് ചേർന്ന് കിടക്കുന്ന ഒരറ്റത്തെ പിടിച്ച ഒരാളുടെ നിസ്കാരം സഹിയാവുകയില്ല. അവന്റെ അനക്കം കൊണ്ട് അത് അനങ്ങിയിട്ട് ഇല്ലെങ്കിലും ശരി എന്നർത്ഥം. അപ്പൊ ആ മസല അവിടെ കഴിഞ്ഞു. ഇനി വേറൊരു വിഷയമാണ് ഫർഉൻ. ലൗ റഅ മൻ യുരീദു സ്വലാത്തൻ വബിസൗബിഹി നജസുൻ ഗൈറു മഅഫൂൻ അൻഹു ലസിമഹു ഇഅ്ലാമുഹു. ഒരാൾ നിസ്കരിക്കാൻ വന്നിട്ടാണ്. അപ്പൊ നിസ്കരിക്കാൻ വന്നപ്പോൾ കാലില് അല്ലെങ്കിൽ വസ്ത്രത്തിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ചാണകമോ അല്ലെങ്കിൽ നജസോ അല്ലെങ്കിൽ ദമോ എന്തോ ഉണ്ട്. ആ മറ്റൊരാൾ കണ്ടു. അപ്പൊ കണ്ടപ്പോ അയാൾ ഇനി പോനോട് ഞാനെങ്ങനെ പറയേണ്ടത്, ഇനിയിപ്പോ പറഞ്ഞോ കേൾക്കോ അല്ലെങ്കിൽ പറഞ്ഞ ഓനെന്റെ ഒരു കെട്ടുകെട്ട് മസാല പറയണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചൊന്നും മാറി നിൽക്കാൻ പാടില്ല. അറിയിച്ചു കൊടുക്കല് അത് കണ്ട ആളുടെ ബാധ്യതയാണ്. അറിയിച്ചു കൊടുക്കല് കണ്ട ആളുടെ ബാധ്യതയാണ്. ഇതുപോലെ തന്നെയാണ് വേറൊരാള്, അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഖല്ലിദാണ്, ഹനഫിയോ ഷാഫിയോ ഒക്കെ ആണ്. അങ്ങനെ ആവുമ്പോൾ അയാള് ഒരു വുജൂബായ കാര്യം കൊണ്ടുവരലിന് ഖലല് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ കണ്ടാൽ നമ്മളത് അറിയിച്ചു കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ എഴുത്തിദാല് നമുക്ക് ഫർളാണ്, ഹനഫിയില് എഴുത്തിദാല് വേണ്ട, അവർക്ക് അങ്ങനെ പോവാം. അപ്പോ ഈ എഴുത്തിദാലില് ചെയ്യാതെ നേരിട്ട് പോകുന്ന ഒരു രീതിയിൽ ഒരാളെ കണ്ടാല് ഇബാദത്തിൽ ഭംഗം വരുത്തിയിരുന്നല്ലോ, അപ്പൊ അയാൾക്കത് അറിയിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ തുണി ഞെരിയാണ്ട് താഴെ വലിച്ചെടുക്കൽ, അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഹറാമാണ്, നിസ്കാരത്തിൽ കട്ടിയുള്ളതും കൂടിയാണ്. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ ആൾക്ക് എന്താവണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് അങ്ങനെയല്ല എന്ന്. അതുപോലെ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുന്നതിൽ എന്തെങ്കിലും കോട്ടങ്ങൾ ചെയ്യുന്നതായിട്ട് ഒരു മുസല്ലിയെ നിസ്കരിക്കുന്ന ആളെ കണ്ടാൽ കണ്ട ആള് അത് അറിയിക്കൽ എന്താണ് അവരുടെ മേൽ ബാധ്യതയാണ്. അത് ഫിഖ് പഠിപ്പിച്ചു തരണ്ടേ, അപ്പല്ലേ നമുക്ക് തിരിയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഫർഉൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യത്തിൽ എടുക്കേണ്ടുന്ന മസലാണ് അവിടെ ഫർഉ എന്ന് പറയുന്നത്. ലൗ റഅ ഒരുത്തൻ കണ്ടു, മൻ ഒരുത്തനെ കണ്ടു, ഒരാള് ഒരുത്തനെ കണ്ടു, മൻ എന്ന് പറഞ്ഞാൽ മഫ്ഊലാണ്. യുരീദു സ്വലാത്തൻ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ വബിസൗബിഹി അവന്റെ വസ്ത്രത്തിലുണ്ട് നജസുണ്ട്, അവന്റെ ശരീരത്തിൽ വസ്ത്രത്തിലുണ്ട്. എങ്ങനത്തെ നജസാണ്? ഗൈറു മഅഫൂവിൻ അൻഹു വിട്ടുവീഴ്ച കൊടുക്കാത്ത നജസ്, അഫു ഇല്ലാത്ത നജസുണ്ട്. ഇന്ന് എന്തുണ്ട്? ലസിമഹു ആ റായിക്ക് നിർബന്ധമാണ്, കണ്ട ആൾക്ക് നിർബന്ധമാണ്. ഇഅ്ലാമുഹു ആ മണ്ണിനെ, ആരാണോ ഉദ്ദേശിക്കുന്നത് ആ മണ്ണിനെ അറിയിക്കല് നിർബന്ധമാണ്. വക്കദാ ഇതുപോലെ തന്നെ, അതായത് നിസ്കാരത്തിന് ഉദ്ദേശിക്കുന്ന ഒരാളുടെ വസ്ത്രത്തില് നജസ് ഉണ്ട് എന്ന് അറിഞ്ഞ ആൾക്ക് അറിയിച്ചു കൊടുക്കല് നിർബന്ധമായതുപോലെ തന്നെയാണ് യൽസമുഹു ആ മുക്കല്ലഫായ മനുഷ്യൻ നിർബന്ധമാണ്. തഅലീമു മൻ ഒരുത്തനെ പഠിപ്പിക്കല്, റആഹു ആ ഒരുത്തനെ കണ്ടു, യുഹില്ലു ബിവാജിബിൻ എന്തോ ഒരു വാജിബിനെ ഹലല് വരുത്തുന്നത്, അതായത് അതിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ കണ്ടു. ഒരാളിങ്ങനെ ഫാത്തിഹ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഓതുണ്ട് അപ്പൊ ഇജാക്ക എന്ന് പറഞ്ഞാൽ അത് ഒരു ഹലലാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ഇപ്പൊ പറ്റുള്ളൂ, അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ നെറ്റിന്റെ മേൽക്കാണ് തലയിക്കെട്ട് കെട്ടിയിട്ട് നിസ്കരിക്കാണ്, അങ്ങനെയാണ് സുജൂദ് സഹിയാവര്, അപ്പൊ അത് കണ്ടാൽ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ റുക്കൂയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ നേരെ റുക്കൂ ചെയ്യണില്ല, അങ്ങനെ എത്തുന്നു ഇങ്ങോട്ട് വരുന്നു, അപ്പോഴും എന്താക്കണം, അതൊക്കെ ഒരു ഫർദിനെ ഭംഗം വരുത്തുന്നതാണ്, ഒരു വുജൂബിനെ ഭംഗം വരുത്തുന്നതായതുകൊണ്ട് അറിയിച്ചു കൊടുക്കൽ വുജൂബാണ്. വക്കദാ ഇതുപോലെ തന്നെ യൽസമുഹു ആ മുക്കല്ലഫായ റായിക്ക് നിർബന്ധമാണ്. യൽതാലിമു മൻ ഒരുത്തനെ പഠിപ്പിക്കൽ, റആഹു ആ ഒരു ഈ റായി കണ്ടു, ഹു ആ മറിയനെ ആ മനുഷ്യനെ കണ്ടു, യുഹില്ലു അദ്ദേഹം പിന്നെ ഖലലുണ്ടാക്കുന്നു, കേടുണ്ടാക്കുന്നു, ബി വാജിബിൻ ഒരു വാജിബ് കൊണ്ട്, വാജിബ് ഇബാദത്തിന്റെ ഒരു വാജിബ് കൊണ്ട്, അവൻ ചെയ്യുന്ന ഇബാദത്തിന്റെ ഒരു വാജിബ് കൊണ്ട് ഖലലുണ്ടാക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഫീ റഅയി മുഖല്ലിദിഹിം ആ മുഖല്ലിദിഹി ആ മുഖ്തദാബിഹിയുടെ ഇമാമിന്റെ റഅയില്, അതായത് നമ്മൾ ഏത് മദ്ഹബിലാണ് നിൽക്കുന്നത് ആ മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായത്തിൽ ഖലലുണ്ടായിട്ട് കാണുന്നു എങ്കിൽ അതും അറിയിച്ചു കൊടുക്കണം. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഈ തത്തിമത്തുൻ നമ്മളെ നജസിന്റെ ബാബിനെ പറഞ്ഞിട്ട് അതില് രണ്ടാമത്തെ ഇങ്ങനെ വന്നു, സ്ഥലം, വസ്ത്രം, മക്കാൻ, ഇതൊക്കെ പറഞ്ഞു, ശരീരം ഇതൊക്കെ ശുദ്ധിയാവണം എന്ന് പറഞ്ഞു. അതില് അഫു ഉള്ളത് പറഞ്ഞു, അഫു ഇല്ലാത്തത് പറഞ്ഞു. ഇനി കൂടുതൽ ബൽവ മുസീബത്ത് വരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതുണ്ട് എന്നതും നമ്മൾ പറഞ്ഞു. ഇനി
പറയാനുള്ളത് മനഹോരം ചെയ്യുന്നതിനെ കുറിച്ചാണ്. മനഹോരം ചെയ്യൽ എന്താണ്? വുജൂബാണ്. മിൻ ഖാരിജിൻ, പുറപ്പെട്ട വസ്തുവിനാല്, മുലവ്വസിൻ ബിമാഇൻ, വെള്ളം കൊണ്ട് അത് തെൽവീസായിട്ടുണ്ട്, അത് പുരണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ പുറപ്പെട്ടാൽ ഇസ്തിൻജാ വുജൂബാണ്. ഇപ്പൊ മൂത്രം ഏതായാലും വെള്ളമാണ്, കാഷ്ടാവുമ്പോ അതും ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇസ്തിൻജാ ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ യക്ഫി ഫീഹി, ഇസ്തിൻജായിൽ മതിയാകും. ഗലബത്തു ലന്നി സവാലിൻ നജാസത്ത്, നജസ് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള ഭാവന ഉണ്ടായാൽ മതി. അല്ലാതെ ഭൂതക്കണ്ണട കൊടുന്ന് വെച്ചിട്ട് നോക്കിയിട്ട് പോയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. യക്ഫി ഫീഹി ഗലബത്തു ലന്നി, ഭാവന മികച്ചു നിൽക്കൽ ഈ വിഷയത്തിൽ മതിയാകും. എന്താ ഭാവന? സവാൽ നജസത്ത് നീങ്ങി എന്നുള്ളത് ഭാവന ഉണ്ടായാൽ മതി. പക്ഷെ വരാ യുസന്നുഹീനൈദിൻ, ആ ഇസ്തിൻജാന്റെ സമയത്ത് സുന്നത്തില്ല. ഷമ്മു യദിഹി, ആ മുസ്തൻജിയുടെ കൈ ഇങ്ങനെ മണത്തു നോക്കലൊന്നും സുന്നത്തില്ല. വയമ്പകയിൽ ഇസ്തിർഹാവ്, ഒന്ന് ശ്വാസക്കൊന്ന് അയച്ചിട്ട് ഒന്ന് ശരീരത്തെ തളർത്തിയിടൽ അത്യാവശ്യമാണ്. കാരണം എന്താ? എല്ലാ യബുക്ക അസറുഹ, ആ നജസിന്റെ അസർ ശേഷിക്കാതിരിക്കാൻ വേണ്ടി. ഫി തലാഇഫി ഷറജിൽ മക്കായത്തി, ആ മക്കായത്തിന്റെ ഇരിപ്പിട സ്ഥാനത്തിന്റെ പൃഷ്ഠഭാഗത്തിന്റെ ചുരുളുകളില്, അതിന്റെ മടക്കുകളില് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനം ഇല്ലാതിരിക്കാൻ വേണ്ടി. മക്കായത്, ഷറജിൽ മക്കായത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഇരിപ്പിട സ്ഥാനത്തിന്റെ കെട്ടുകള്, അതിന്റെ പിന്നെ ഷർജ്, അതായത് അതിന്റെ കെട്ടുകള്, മടക്കുകള്, അതിന്റെ പിന്നെ തലായിഫില്, അതിന്റെ ഇടുക്കുകളില്, മടക്കുകളില്, അവിടെയൊക്കെ ഇതിന്റെ അസറ് ശേഷിക്കാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ശ്വാസം വിട്ടിട്ട് ശരിക്കൊന്ന് റിലാക്സ് ആവേണ്ട അത്യാവശ്യമാണ്. അപ്പൊ വരായുസന്നു ഹൈനത് ഷമ്മുയതി, അവന്റെ കയ്യിനെ ചുമക്കൽ മണക്കൽ ആ സമയത്ത് സുന്നത്തില്ല. വയമ്പകൽ ഇസ്തിർഹാഉ, ശ്വാസം അയച്ചിട്ട് ഒന്ന് റിലാക്സ് ആക്കല്, ഒന്ന് തളർത്തലേതാണ് അത്യാവശ്യമാണ്. നജസിന്റെ അടയാളങ്ങൾ ശേഷിക്കാതിരിക്കാൻ വേണ്ടി. ഫി തലാഇഫി ഷർജിൽ ഇരിപ്പിട സ്ഥാനത്തിന്റെ ആ ഇടുക്കിന്റെ മടക്കുകളിൽ അത് ശേഷിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ സലാസി മസഹാത്തിൻ, അല്ലെങ്കിൽ 7 തടവല് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? പിന്നെ ഇസ്തിൻജാ ചെയ്യേണ്ടത്. തഅമ്മുൽ മഹല്ല ഫീ കുല്ലി മറത്തിൻ, അല്ലെങ്കിൽ ഒരു കല്ല് കൊണ്ട് ആയിരിക്കാം, വെള്ളം കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 തടവല് കൊണ്ടായിരിക്കണം ശുചിയാക്കേണ്ടത്. തഅമ്മുൽ മഹല്ല, നജസായ മഹല്ലിനെ അത് ആമാക്കും. ആ നിലക്ക് 3 കല്ലുകളെ കൊണ്ടാണ് തടവേണ്ടത്. ഫീ കുല്ലി മറത്തിന്, ഓരോ മറത്തിലും മഹല്ലിന്, ആ സ്ഥലത്തിന്, നജസായ സ്ഥലത്തിന് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതോട് കൂടെ? മാ തൻഖിയത്തിൻ ബിജാമിദിൻ, ഉറച്ചത് കൊണ്ട് ശുദ്ധിയാക്കുന്നതോട് കൂടെ. ഖാലിഇൻ, ആ വലിച്ചെടുക്കുന്ന ഉറച്ചതായ സാധനത്തിനെ ശുദ്ധിയാക്കുന്നതോടൊപ്പം ഓരോ മറത്തിലും മഹല്ലത്തിലും അത് ആമാക്കുന്ന രീതിയിലുള്ള ഒരു കല്ലുകൊണ്ട് 3 തടവല്, അല്ലെങ്കിൽ 3 കല്ലുകൊണ്ടുള്ള തടവലാണ് ഇസ്തിൻജാവിന് വേണ്ടത് എന്നർത്ഥം. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നാളെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.